ഭക്തജനങ്ങൾ കാത്തിരിക്കുന്ന മഹാകുംഭമേളയ്ക്കായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. 12 വർഷത്തിന് ശേഷം നടത്തുന്ന ഉത്സവം അടുത്ത വർഷമാണ്. ഏറ്റവും അവിശ്വസനീയമായ കാഴ്ചകളിലൊന്നാണ് മഹാകുംഭമേള. 6 വർഷം കൂടുമ്പോൾ അർദ്ധകുംഭമേളയെന്നും 12 വർഷത്തിലൊരിക്കൽ നടക്കുന്നത് മഹാകുംഭമേളയെന്നും 144 വർഷങ്ങളാകുമ്പോൾ പൂർണ്ണ കുംഭമേളയെന്നുമാണ് അറിയപ്പെടുന്നത്. ത്രിവേണി സംഗമ പുണ്യതീരത്താണ് മഹാകുംഭമേള നടക്കുക. പ്രയാഗ്രാജ് നഗരത്തിൽ ബുദ്ധ സന്യാസിമാരും ഭക്തരുമടക്കം ദശലക്ഷക്കണക്കിന് പേരാണ് എത്തുന്നത്. പാലാഴി മദനത്തിന്റെ പുരാണകഥയുമായി ബന്ധപ്പെട്ടതാണ് കുംഭമേളയുടെ ഐതിഹ്യവും. ദേവാസുരന്മാർ എക്കാലവും ഏറ്റുമുട്ടുന്നവരാണ്. മരണത്തെ ജയിക്കാനുള്ള അമൃത് നേടാൻ പാലാഴി കടഞ്ഞു. അവസാനം ലഭിച്ച അമൃതകുംഭം നേടിയെടുക്കാൻ ദേവാസുരന്മാർ തമ്മിൽ തർക്കമായി. അത് 12 ദിവസം നീണ്ടുനിന്ന യുദ്ധമായി മാറി. അതിനിടെ കുംഭത്തിൽ നിന്ന് 4 തുള്ളികൾ ഭൂമിയിൽ പതിച്ചു. പ്രയാഗ്രാജ്, ഹരിദ്വാർ, നാസിക്, ഉജ്ജയിനി എന്നിവിടങ്ങളിലാണ് 4 തുള്ളികൾ വീണതെന്നും ഈ സങ്കല്പത്തിലാണ് ഇവിടെ കുംഭമേള നടക്കുന്നതെന്നുമാണ് ഐതിഹ്യം. 2025 ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെയാണ് മഹാകുംഭമേള നടക്കുന്നത്. UP-യിൽ 2500 കോടി രൂപയാണ് മഹാകുംഭമേളയുടെ നടത്തിപ്പിനായി ബജറ്റിൽ നീക്കിവെച്ചത്. 2019 നടന്ന അർദ്ധകുംഭമേളയിൽ 20 കോടിയിലേറെ ജനങ്ങൾ പങ്കെടുത്തു. പ്രധാന ദിനത്തിൽ 10 കോടി ആളുകളും എത്തി. പ്രാർത്ഥനയോടെ എത്തുന്ന മനുഷ്യരുടെ വലിയ സമുദ്രമായി ഗംഗാതീരം മാറും. കാലം മാറുമ്പോൾ കുംഭമേളയ്ക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഡിജിറ്റൽ കുംഭമേളയാണ് ഇനി നടക്കാൻ പോകുന്നത്. അതായത് AI പവേർഡ് ക്യാമറകൾ, ഗൂഗിൾ അസിസ്റ്റന്റ് നാവിഗേഷൻ എന്നിവ ഇത്തവണയുണ്ടാകും. തീർത്ഥാടകരെ വഴികാട്ടി സഹായിക്കാൻ കുംഭ് സഹായക് എന്ന ചാറ്റ് ബോട്ടും കൂട്ടം തെറ്റുന്നവരെ കണ്ടെത്താൻ മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ കേന്ദ്രവുമുണ്ട്. ഹിന്ദിയും ഇംഗ്ലീഷും ഉൾപ്പെടെ 10 ഭാഷകളിൽ കുംഭ് സഹായകനോട് സംസാരിക്കാം. ടെക്സ്റ്റ് ചെയ്തോ ഓഡിയോ നൽകിയോ തീർത്ഥാടക സഹായകനോട് സംസാരിക്കാവുന്നതാണ്. താമസ സൗകര്യം, പോകേണ്ട സ്ഥലം, പൂജാ സമയം തുടങ്ങി നിരവധി കാര്യങ്ങളിൽ സഹായകമാണ് ഈ കുംഭ് സഹായക്. മഹാകുംഭ ഒഫീഷ്യൽ മൊബൈൽ ആപ്പിലൂടെയും ഇത് ലഭിക്കും. ആളുകളുടെ എണ്ണം, ചരിത്രമുള്ള മതാഘോഷം, ഒരുക്കങ്ങൾ എന്നിവയിലൂടെയെല്ലാം കുംഭമേള പ്രാധാന്യമർഹിക്കുന്നു. കുംഭമേളയുടെ കാലയളവിൽ വിശേഷ ദിവസങ്ങളിലെ സ്നാനവും പ്രധാനമാണ്. ഷാഹി സ്നാൻ എന്നാണ് പുണ്യസ്നാനങ്ങൾ അറിയപ്പെടുന്നത്. പ്രയാഗ്രാജിൽ യമുനയും സങ്കല്പ നദിയായ സരസ്വതിയും ചേരുന്നിടത്താണ് സ്നാനം നടക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.